ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, കാരണം നല്ല പനിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. കൂടാതെ ന്യൂ ഇയർ അല്ലേ, അത് തുടക്കത്തെ ഒരു വർഷമല്ലേ, ആ ഒരു വർഷം തന്നെ വീഡിയോ ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ വക പുതുവത്സര ആശംസകൾ. ആദ്യം നമുക്ക് റോ ഡേ 1 എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. എന്തായാലും സെത്ത് റോളിൻസ് ഡ്രൂ മക്കിൻ്റെയർ മാച്ച് ഇത് കൺഫേം ആണ്, അതായത് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മാച്ചാണ്. അത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ നയ ജാക്സും ബെക്കി ലിഞ്ചും തമ്മിലൊരു മാച്ചുണ്ട്. എന്തായാലും ഇവരുടെ സ്റ്റോറി ലൈനൊക്കെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ച് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെയുള്ള മാച്ച് എന്ന് പറയുന്നത് ഐവി നൈലും അതുപോലെ തന്നെ റിയ റിപ്ലിയും തമ്മിലുള്ള മാച്ചാണ്. അതൊരു നല്ല മാച്ച് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവസാനം റിയ റിപ്ലി വീണ്ടും ചാമ്പ്യനാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാച്ച് എന്ന് പറയുന്നത് ഒരു ടാഗ് ടീം മാച്ചാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ടേഗൻ നോക്സ് നഡാലി വേഴ്സസ് ഷെയ്ന ബേസ്ലർ അതുപോലെ സോയി സ്റ്റാർക്ക് തമ്മിലാണ്. പിന്നെ നാളെ ഒരു ഫോർമർ വേൾഡ് ചാമ്പ്യൻ്റെ സർപ്രൈസ് റിട്ടേൺ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതാരായിരിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. മിക്കവാറും ഹൾക്ക് ഹോഗൻ, ബത്തിസ്റ്റ അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ ഇവരാരെങ്കിലും ആയിരിക്കും. പിന്നെ ഈ ഒരു ഡേ 1 എന്ന് പറയുന്നത് ഒരു പേപ്പർ വ്യൂ ഒന്നുമല്ല, ഇതൊരു സ്പെഷ്യൽ റോ എപ്പിസോഡാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർട്രൂത്ത് മിസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. ഒരു അപ്ഡേറ്റ് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല. നേരത്തെ ആർട്രൂത്തും അതുപോലെ തന്നെ മിസ്സും ടാഗ് ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാഗ് ടീമിൻ്റെ ആ ഒരു സമയത്തെ പേരെന്ന് പറയുന്നത് ഓസം ട്രൂത്ത് എന്നായിരുന്നു. എന്തായാലും ഈ ഒരു ടാഗ് ടീം വീണ്ടും തിരിച്ചു വന്നാൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം രണ്ടുപേരും നല്ല എൻ്റർടൈനേഴ്സാണ്. അത് മിസ്സിൻ്റെ കാര്യം നോക്കിയാലും ആർട്രൂത്തിൻ്റെ കാര്യം നോക്കിയാലും രണ്ടുപേർക്കും നല്ല രീതി മൈക്ക് വർക്ക് നല്ലോണം അറിയാവുന്ന വ്യക്തികളാണ്. സോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മിസ് ആർട്രൂത്ത് ഇവരുടെ ആ ഒരു കോംബോ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് AJ സ്റ്റൈൽസോട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അത് ട്രിപ്പിൾ എച്ചിന് ഇപ്പോൾ പ്ലാനുകളുണ്ട് AJ സ്റ്റൈൽസിനെ ലീഡ് റോളിൽ വെച്ചുകൊണ്ട് പുതിയൊരു ഡാർക്ക് ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ ആ ഒരു ഡാർക്ക് ഫാക്ഷൻ എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമ്മൾ AJ സ്റ്റൈൽസ് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഇങ്ങനെ ഒരു ഡാർക്ക് ഫാക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന്. എന്തായാലും മിക്കവാറും നമുക്കത് ഉടൻ തന്നെ കാണാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജോൺ സിന WWE 2002 വന്നൊരു സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം 2002 വന്നപ്പോൾ മുതൽ, അതായത് തുടക്കത്തെ ഒരു സമയം, അതായത് ഡോക്ടർ തഗ്നോമിക്സ് ആ ഒരു സമയം മാത്രം ചെറുതായിട്ടൊരു ഹീൽ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫുള്ളി ഒരു എന്താ പറയുക ഒരു ഫേസ് ക്യാരക്ടറിലായിരുന്നു WWE വർക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് ജോൺ സിന ഫൈനൽ റൺ എന്ന് പറയുന്നത് ഒരു ഹീൽ ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് ഈ ഒരു പ്രമുഖ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ജോൺ സിന പറഞ്ഞിട്ടുണ്ട്, ഒരു ഹീൽ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ഹീൽ ക്യാരക്ടർ ആയിരിക്കും. അവിടെ ഫേസ് ക്യാരക്ടറിൻ്റെ ചെറിയൊരു ഷേഡോ ഒന്നും താൻ കൊണ്ടുവരാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഹീൽ ക്യാരക്ടർ തനിക്ക് തരുന്നെങ്കിൽ ഞാൻ പക്ക ഹീൽ ക്യാരക്ടർ ചെയ്യത്തുള്ളൂ എന്ന് ജോൺസിനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജോൺസിനെ WWEക്ക് വന്നത് ചെറിയൊരു ഹീൽ ക്യാരക്ടറിലൂടെയാണ്. എന്തായാലും അവസാനിപ്പിക്കാൻ പോകുന്നത് വമ്പൻ ഒരു ഹീൽ ക്യാരക്ടറിലൂടെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് MJFുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, MJFിൻ്റെ ടൈറ്റിലൊക്കെ നഷ്ടമായി അദ്ദേഹം സമാവോജയോട് പരാജയപ്പെട്ടു. WWE അല്ല AEWയുടെ വേൾഡ്സ് എന്ന് പറയുന്ന പേപ്പർ വ്യൂ. എന്തായാലും അതുകൂടാതെ ഇപ്പോൾ MJFിൻ്റെ AEWയുടെ റോസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതായത് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത AEWയുടെ റോസ്റ്ററിനകത്ത് MJFിനെ കാണാനേ സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പല ആരാധകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, MJF AEW വിട്ട് WWEക്ക് വരാനുള്ള പ്ലാനുകളാണോ എന്ന്. എന്തായാലും അതിൻ്റെ കൺക്ലൂഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതൊരു പ്രമുഖ മാധ്യമം ഇപ്പോഴേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് MJF AEW വിട്ട് എങ്ങോട്ട് പോകാൻ പോകുന്നില്ല. അദ്ദേഹം നേരത്തെ തന്നെ AEWമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, MJF തന്നെ നേരത്തെ പറഞ്ഞിട്ട് താൻ ഫിസിക്കലി ഇപ്പോൾ ഫിറ്റൊന്നും അല്ല, താൻ ഫിസിക്കലി ഭയങ്കര വീക്കാണെന്നൊക്കെ MJF നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടായിരിക്കും MJF ഇപ്പോൾ കുറച്ചാൾ WWE അല്ല AEW നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും MJFിനെ അവർ കുറച്ച് നാളത്തേക്ക് AEWയുടെ റോസ്റ്ററിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൻഡ്രാഡ് സിയൻ അൽമസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും അദ്ദേഹം നാളെ നടക്കാൻ പോകുന്ന ഡേ 1 റോ എപ്പിസോഡിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് 99% സാധ്യതകളാണ് പറയുന്നത് അദ്ദേഹം നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. സോ നാളത്തെ ഡേ 1 എപ്പിസോഡിൽ മിക്കവാറും നമുക്ക് അൻഡ്രാഡെ കാണാൻ സാധിക്കും. ഇതിൽ അൻഡ്രാഡ് സെലീന വേഗ ആ ഒരു കോംബോ വീണ്ടും തിരിച്ചു വരുമോ ഇല്ലയോ എന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയണം. സോ നാളത്തെ ഡേ 1 എപ്പിസോഡ് ആരും മിസ്സാക്കരുത്, കാരണം വലിയ വലിയ സർപ്രൈസുകളാണ് ആ ഒരു എപ്പിസോഡിൽ വരാൻ പോകുന്നത്.